എൻ്റെ പൊന്ന് CMA, 10-60 ദിവസമായി ആശാവർക്കർമാരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്. അവരെ കാര്യത്തിലൊരു തീരുമാനമാക്കണ്ടേ? ആശാസമരം തീരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്താ ഇത്ര ചിരിക്കാനുള്ള? ഇതിലിപ്പോ കോമഡി ആയിട്ടൊന്നുമില്ലല്ലോ. സമരം അവസാനിപ്പിക്കരുന്ന് അവരോട് പറയല്ലാതെ CMN എന്തിട്ടാ പറയാനുള്ളേ? ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണല്ലോ ആശ എന്നത്. അത് ശരി, കേന്ദ്ര പദ്ധതിയാണ് ആശാവർക്കര്. അപ്പോ കേരളത്തിൽ അത് പ്രത്യേകിച്ചൊന്നും പറയാനും ചെയ്യാനും ഇല്ല എന്നാണോ? ഇവരെ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു തൊഴിലാളി വിഭാഗമായി അംഗീകരിച്ചിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നവരെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ നോക്കി നിന്ന് നോക്കുകൂലി വാങ്ങുന്നവരെയാണോ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്? പറ CMA. 21,000 രൂപ ഓണറേറിയവും 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും നൽകിയാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറൂ എന്ന നിലപാടാണ് സമരം ചെയ്യുന്നവർ സ്വീകരിക്കുന്നത്. അവർ 21,000 രൂപയും റിട്ടയർമെന്റ് ബെനിഫിറ്റായി 5 ലക്ഷം രൂപ തന്നാലേ അവർ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹം ഈ ചർച്ചയ്ക്ക് വിട്ട മന്ത്രിമാരാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി ചെലവാക്കാൻ സർക്കാരിന്റെ ഖജനാവിൽ 5 പൈസ ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇപ്പോഴത്തെ പൊതുവായ സ്ഥിതിയൊക്കെ അവരെടുത്ത് വ്യക്തമാക്കിയതാണ്. ഒരു സാമ്പത്തിക സ്ഥിതിയും വ്യക്തമാക്കിയതാണ്. കഴിയാവുന്നത്ര സഹായം ചെയ്യുക എന്ന നിലപാട് തന്നെയാണുള്ളത്. അത് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അത് മനസ്സിലാക്കുന്നവരാണ് മഹാഭൂരിപക്ഷം, 99% ഇപ്പോൾ സർവീസിൽ യഥാർത്ഥ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാര് സത്യാവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ സമരത്തെ അങ്ങ് എഴുതി തള്ളി. ഇനിയിപ്പോൾ അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവാൻ പോണില്ല. സമയം ആയി, അതുകൊണ്ട് ഇനി നമുക്ക് അടുത്തയാഴ്ച. കണ്ട ഉത്തരമില്ല. ഉത്തരം കിട്ടാതെ വരുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്ന് പറയുന്നത് ഇതല്ലേ? അതെ, പരിപാടി കഴിഞ്ഞു, പൊക്കോളൂ. അടുത്തയാഴ്ച ഇനി അടുത്ത ആഴ്ച 10-60 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ അവരവിടെ എന്തും ചെയ്തോട്ടെ, എനിക്കൊന്നും പറയാനില്ല എന്നല്ലേ മുഖ്യമന്ത്രിൻ്റെ ഭാവം?